പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും പുതുവത്സരാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ദിവസങ്ങളല്ല ജീവിതങ്ങൾക്ക് പുതുമ നൽകുന്നത്, മറിച്ച് ജീവിത അനുഭവങ്ങളാണ് ദിവസങ്ങൾക്ക് പുതുമ നൽകുന്നത്. 2025 ഇയർ ഓഫ് അനോയിന്റിംഗ്, അഭിഷേകത്തിന്റെ വർഷം. 1 ശമൂവേൽ 2-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ തന്റെ അഭിഷിക്തന്റെ കൊമ്പ് ഉയർത്തുന്നു. അതേ പ്രിയരെ, ദൈവം തന്റെ അഭിഷിക്തനെ ഉയർത്തുവാൻ തീരുമാനിച്ചാൽ ആർക്കും അതിനെ തടസ്സം ചെയ്യുവാൻ കഴിയുന്നതല്ല. ഒരിക്കൽ ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന മല്ലനായ ഗോലിയാത്തിനെ ദൈവിക നിയോഗത്തോടുകൂടെ എതിരിടുവാൻ തീരുമാനിച്ച് ദാവീദ് നിൽക്കുമ്പോൾ, അതിനായി ഒരുങ്ങുമ്പോൾ, ഈ ലോകം ദാവീദിന് പടച്ചട്ട അണിയിച്ചെങ്കിലും ആ പടച്ചട്ട തന്നെ അലോസരപ്പെടുത്തി അത് അഴിച്ചുമാറ്റി ദൈവിക നിയോഗത്തോടുകൂടെ ഫെലിസ്ത്യ മലനായ ഗോലിയാത്തിനെ നേരിടുവാൻ താൻ തീരുമാനിക്കുകയാണ്. എല്ലാവരും നോക്കി നിൽക്കെ അമ്പരപ്പിക്കുന്ന വിധത്തിൽ നിഷ്പ്രയാസം അഭിഷേകത്തിന്റെ ശക്തിയോടെ ഗോലിയാത്തിനെ ജയിക്കുവാനിടയായി തീർന്നു. അത് കേവലം ദാവീദിന്റെ മാത്രം ജയമല്ലായിരുന്നു, ഇസ്രായേലിന്റെ മുഴുവനും രക്ഷ കൂടെയായിരുന്നു. അതേ പ്രിയരെ, ദൈവം ഒരഭിഷിക്തനെ ഉയർത്തുവാൻ ആഗ്രഹിച്ചാൽ ആർക്കും തടസ്സം ചെയ്യുവാൻ ആവുന്നതല്ല. ഈ 2025 ഓരോ ദിവസങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് നേരെ കടന്നു വരുന്ന പലവിധമായ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, കുടുംബ ജീവിതത്തിനെതിരെ കടന്നു വരുന്ന പ്രതിസന്ധികൾ, പല വിഷയങ്ങൾ, അതിനെയെല്ലാം ജയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അഭിഷേകം തന്നിട്ടുണ്ട്. അതെ, നിങ്ങൾക്ക് എതിരെ വരുന്ന സകല വൈരികളെയും സകല ശത്രുക്കളുടേതായ തീയമ്പുകളെയും അഭിഷേകത്താൽ ജയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.